വ്യക്തിക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഒരു നിമിഷമാണ് വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോ? വിശേഷാൽ വഹിക്കുക എന്നാണ്. വിശേഷാൽ വഹിക്കുകയാണ്. ജീവിത പങ്കാളിയെ, ഭാര്യയെ, ഭർത്താവിനെ നമ്മൾ വിശേഷാൽ വഹിക്കുകയാണ്. എല്ലാ സാധനവും നമ്മൾ വഹിക്കും. നമ്മുടെ രോഗങ്ങൾ വഹിക്കും, നമ്മുടെ ഭാരങ്ങൾ വഹിക്കും, നമ്മുടെ കയ്യിലുള്ള സഞ്ചി വഹിക്കും, നമ്മുടെ പുസ്തകങ്ങൾ വഹിക്കും, നമ്മുടെ വീട്ടിലുള്ള അരിയും പച്ചക്കറി എല്ലാം വഹിക്കും. പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയെ, ഭാര്യയെ, ഭർത്താവിനെ നമ്മൾ വഹിക്കുന്നത് വിശേഷാൽ വഹിക്കുകയാണ്. അതിനെ നമ്മളൊരു പ്രത്യേക കാര്യമായിട്ട് കാണുകയാണ്. അത് നമുക്കൊരിക്കലും അത്രയൊരു വിശേഷാൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും നമുക്കുണ്ടാകുന്നില്ല. അതാണ് വിവാഹം എന്ന വാക്കിന് തന്നെ അർത്ഥം. വിശേഷാൽ വഹിക്കുക. ആ വ്യക്തിയെ, ആ ജീവിത പങ്കാളിയെ, ആ ഭാര്യയെ, ഭർത്താവിനെ ജീവിതത്തിന്റെ അന്ത്യം വരെയും സ്വന്തമായി കരുതിക്കൊണ്ട്, ജീവിതത്തിന്റെ കുടുംബനാഥനായി മാറ്റിക്കൊണ്ട്, കുടുംബനാഥയായി മാറ്റിക്കൊണ്ട്, അതിലൂടെ ദൈവം ദാനമായി നൽകുന്ന മക്കളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പരിരക്ഷിക്കാനും ചൂടും ചൂരും പകരാനുമുള്ള ഒരു വിശേഷാൽ വഹിക്കലാണ് നമ്മളുടെ പരിശുദ്ധമായ വിവാഹം. പരിശുദ്ധമായ നിമിഷത്തിൽ, പരിശുദ്ധമായ സങ്കേതത്തിൽ വെച്ച്, പൂജാ ദ്രവ്യങ്ങളുടെ നടുവിൽ, തിരികളുടെ ആ മാസ്മരതയിൽ, ആ ദീപം അഗ്നിയിൽ നിന്ന് നാം ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ആരംഭിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ആരംഭിക്കുകയാണ്. അത് വർഷങ്ങളെടുത്തു. നമ്മളിവിടെ ഒരാൾ കണ്ടു, 5 വർഷത്തിൽ താഴ്ന്നയാളെ 10 വർഷം, 15 വർഷം, 20, 25, അതങ്ങനെ നീണ്ടുപോകുന്ന വർഷങ്ങളാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ, രണ്ട് തരത്തിൽ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുള്ള, രണ്ട് ജീവിത സാഹചര്യങ്ങൾപ്പെട്ടവർ, രണ്ട് സംസ്കാരമുള്ളവർ, രണ്ട് തരത്തിലുള്ള ശാരീരിക ഘടനയുള്ളവർ, രണ്ട് തരം നിറമുള്ളവർ, രണ്ട് തരം മണമുള്ളവർ, രണ്ട് തരം ഗുണമുള്ളവർ ഒന്നിച്ച് ചേരുന്ന ഇടമാണ് നമ്മുടെ വിവാഹം. നമ്മുടെ കുടുംബജീവിതം നമ്മളവിടെ തുടങ്ങുകയാണ്. ആ ജീവിതം തുടങ്ങേണ്ടത് എങ്ങനെയാണ്? പരസ്പര വിശ്വാസത്തോടെ, പരസ്പര സ്നേഹത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, പരസ്പര പ്രാർത്ഥനയോടെ നമ്മുടെ വിവാഹ ജീവിതം, നാം കുടുംബജീവിതം നാം ആരംഭിക്കുകയാണ്. അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കുകയാണ്. അത്ര നാളും ഒരു പെൺകുട്ടിയായിരുന്ന സ്ത്രീ അന്നു മുതൽ വിവാഹത്തോടെ ആരായി മാറുകയാണ്? ഭാര്യയായി മാറുകയാണ്. അവൾ പറിച്ച് നടപ്പെടുകയാണ് വേറൊരു സ്ഥലത്തേക്ക്, പുതിയൊരു സാഹചര്യത്തിലേക്ക്. പുതിയ അപ്പനും അമ്മയും, സ്വന്തം മാതാപിതാക്കളെ, നമ്മൾ ക്രിസ്തീയ വിഭാഗത്തിലുണ്ട്, നിന്നെ ഇത്രമാത്രം പരിപാലിച്ച അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും നാടിനെയും വീടിനെയും ഒക്കെ വിട്ടുകൊണ്ട് എൻ്റെ പുത്രിയെ നീ ശ്രദ്ധിച്ചു കേൾക്കുക. നീ നാടിനെയും വീടിനെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക്, ഈ പുരുഷന്റെ കൂടെ ജീവിതകാലം മുഴുവനും നിന്റെ ഭർത്താവായി നിനക്ക് അനാദിയിലെ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ മഹത് വ്യക്തിയുടെ ഭാഗമായിട്ട്, അവൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമായി, അവൻ്റെ ചോരയുടെ ചോരയായി, അവൻ്റെ കണ്ണിൻ്റെ കണ്ണായി, അവൻ്റെ ജീവിതത്തിൻ്റെ ജീവനായിട്ട് നീ മാറ്റപ്പെടുന്ന നിമിഷം ഭാര്യയും ഭർത്താവും അങ്ങനെയാണ്. അതാണ് ജീവിതം, അതാണ് വിവാഹം. അതൊരു വിശേഷാൽ വഹിക്കൽ കൂടിയാണ്. അങ്ങനെ നമ്മൾ ജീവിതം ആരംഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സാഹചര്യങ്ങളുള്ളവർ. അപ്പോൾ നമുക്ക് പൊരുത്തക്കേടുകൾ ധാരാളം, അതിലും കൂടുതൽ പൊരുത്തമുണ്ട്, അല്ലേ? നമ്മളെല്ലാം പൊരുത്തമൊക്കെ നോക്കി നമ്മൾ വിവാഹം ചെയ്യുന്നവരാണ്. ഒരു പുതിയ കുടുംബത്തിലേക്ക് പറിച്ചു നടപ്പെട്ടപ്പോൾ നമ്മൾ ഏത് ചെടിയാണെങ്കിലും, എത്ര പൂവും കായും കായ്ച്ച് ഇങ്ങനെ ഇരുന്ന് നല്ലപോലെ സമ്പുഷ്ടമായിട്ടാണെങ്കിലും അതിനെ ഒന്ന് പറിച്ചു നട്ടാൽ, അതിൻ്റെ ഒരു വിത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ തൈ പറിച്ചു നട്ടാൽ എന്താണ്? അത് ഒന്ന് വാടും, ആണോ അല്ലയോ? ഇല്ലേ? അതോ അതുപോലെ തന്നെ ഇങ്ങനെ നെടുത്തൂടായിട്ട് നിൽക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ മാറ്റപ്പെട്ടതിൻ്റെ പ്രത്യേകതയൊക്കെ, ഒരു പുതിയ സ്ഥലത്തേക്ക് അതിനെ റീപ്ലാന്റ് ചെയ്തതിൻ്റെ പ്രത്യേകതയൊക്കെ അവിടെയുണ്ട്. പിന്നീട് എന്ത് ചെയ്യും? വെള്ളവും വളവും ഒക്കെ കൊടുത്ത് എല്ലാ ദിവസവും അതിനെ ശ്രദ്ധിച്ച് പരിപാലിച്ച് 1 മാസം 2 മാസം കൊണ്ട് എന്ത് ചെയ്യും? അത് പച്ചയായിട്ട് ചെറിയതായിട്ട് വളർന്നു വരും. ഇത് തന്നെയാണ് നമ്മളുടെയും പ്രത്യേകത. ഇത് തന്നെയാണ് ഈ കുടുംബജീവിതം. ഒരു പുതിയ അന്തരീക്ഷം, ഒരു പുതിയ സൗഹൃദം, ഒരു ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമുക്ക് അന്യമായ പലതും നമുക്ക് സ്വന്തമാക്കേണ്ട ഒരു ഇടമായിട്ട് മാറുകയാണ്. അതൊരു വലിയ ദിവസക്രാരിയായിട്ട് മാറുകയാണ്, ഒരു കൂടാരമായിട്ട് മാറുകയാണ്. അവിടെ പുതിയതായിട്ട് വന്ന മകൻ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന മകൾ പറിച്ചു നടപ്പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാം, കൂടെയുള്ളവരെല്ലാം, ആ കുടുംബത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യും? ആ പുതിയതായിട്ട് വന്നവരെ ചേർത്ത് പിടിക്കും, അല്ലേ?